വാർത്താ സമ്മേളനത്തിലെ വിശദാംശങ്ങളുമായി അൻഫിൽ ഡിസൂസ ചേരുകയാണ്. അൻഫിൽ ഡിസൂസ, എണ്ണിയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പോലും ചോദ്യം ചോദിച്ചത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ആരാണ് നിങ്ങളോട് പറഞ്ഞത് ഈ കൈമാറ്റം നടന്നു എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരെ ഉയർന്നു അല്ലേ? ഐശ്വര്യ, തീർച്ചയായും ഏറ്റവും പ്രധാനം വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി തന്നെയാണ്. അതായത് ഓഹരി കൈമാറ്റം നടന്നിട്ടില്ല എന്ന സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. അദാനി MSC കമ്പനിയുമായി ഒരു ഓഹരി കൈമാറ്റം നടന്നിട്ടില്ല. എന്നാൽ അങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങൾ മുഴുവനും, കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും വാർത്ത റിപ്പോർട്ട് ചെയ്തത് അൺഫിൽഡ് തുടരാം. ഐശ്വര്യ, കേൾക്കാമെങ്കിൽ ഏറ്റവും പ്രധാനമായും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നു, വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റം, അതായത് അദാനി കമ്പനിയുടെ 49% ഓഹരികൾ MSC കമ്പനിക്ക് കൈമാറുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുക മാത്രമാണ് ചെയ്തത്. ഓഹരി കൈമാറ്റം നടന്നിട്ടില്ല. എന്നാൽ ഈ വാർത്ത പുറത്തുവന്നപ്പോൾ മുഴുവൻ മാധ്യമങ്ങൾ ഓഹരി കൈമാറ്റം നടന്നു എന്ന രീതിയിലാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. യഥാർത്ഥത്തിൽ അതല്ല, ഓഹരി കൈമാറ്റം നടന്നിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഒരു കമ്പനിക്ക് ഓഹരി കൈമാറ്റം, അതായത് ഓണർഷിപ്പ് ചേഞ്ച് ഉണ്ടാകണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ അത് പാടുള്ളൂ. മാത്രമല്ല, ഇങ്ങനെ ഒരു ഓഹരി കൈമാറ്റം നടക്കണമെങ്കിൽ അതിന്റെ പ്രോസസ്സിംഗ് അനന്തമാണ്. സംസ്ഥാന സർക്കാരിന്റെ വേണം, കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന് വേണം, അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഒക്കെ തന്നെ അനുമതി. അതിൽ ഏറ്റവും പ്രധാനം സംസ്ഥാന സർക്കാരിൻ്റെതാണ്. കാരണം ഏത് സംസ്ഥാനത്താണോ ഈ തുറമുഖം നിൽക്കുന്നത് ആ സംസ്ഥാനത്തിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി കൈമാറാൻ കഴിയുകയുള്ളൂ. ഇതിന്റെ ആത്യന്തികമായി ഇതിന്റെ ഓണർ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. അപ്പോൾ അദാനി കമ്പനി എന്ന് പറയുമ്പോൾ അതിന്റെ നിർമ്മാണം ഏറ്റെടുത്ത് നിർമ്മാണം ഏറ്റെടുത്ത് അത് നടപ്പിലാക്കുന്ന ഒരു കമ്പനി മാത്രമാണ് അദാനി. അദാനിയുടെ ഓഹരിയുടെ 49% MSC കമ്പനിക്ക് നൽകുന്നത്. അപ്പോഴും അദാനിക്ക് തന്നെയാണ് അതിന്റെ കൂടുതൽ അവകാശം. 51% ഷെയർ അദാനിക്ക് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും 49% ഷെയർ ആണെങ്കിൽ പോലും അങ്ങനെ ഒരു വിൽപ്പന നടത്തുമ്പോൾ, അങ്ങനെ ഒരു കൈമാറ്റം നടക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് അനുമതി കൊടുത്താൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എഗ്രിമെന്റ് ഉണ്ടാക്കിയിരുന്ന കൃത്യമായ കരാർ വ്യവസ്ഥകൾ പാലിച്ചു തന്നെയാണ് ആ രീതിയിൽ ചില നടപടിക്രമങ്ങൾ ആരംഭിക്കുക മാത്രമാണ് ഉണ്ടായത്. അല്ലാതെ ഒരു കൈമാറ്റം നടന്നിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. മാത്രവുമല്ല, ഇപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ കൈമാറ്റം നടന്നിട്ടില്ല, എംപവേർഡ് കമ്മിറ്റി സർക്കാർ തീരുമാനിച്ച് പരിശോധനയ്ക്കായി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ എംപവേർഡ് കമ്മിറ്റി എന്താണ് ചെയ്യുന്നത്? അത് ഈ അദാനി കമ്പനി സർക്കാരിന്റെ അനുവാദത്തിന് വേണ്ടി, അതായത് സർക്കാരിന്റെ അനുമതിക്ക് വേണ്ടി കത്തയച്ചിരുന്നു, വിശദീകരണ കുറിപ്പുമൊക്കെ അയച്ചിരുന്നു. അപ്പോൾ ഈ കത്ത് കൃത്യമായ വ്യവസ്ഥകൾ പാലിച്ചു തന്നെയാണ്. അതായത് ഈ കത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ ഇനി അദാനി കമ്പനി MSCയുമായി കരാറിൽ ഏർപ്പെടാൻ പോകുമ്പോൾ അത് സംസ്ഥാന സർക്കാർ ഈ എഗ്രിമെന്റ് പ്രകാരം കരാറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വ്യവസ്ഥകളും പാലിച്ചു തന്നെയാണോ അദാനി കമ്പനി മുന്നോട്ട് പോകുന്നത്, അത് പഠിക്കാൻ വേണ്ടിയാണ് എംപവേർഡ് കമ്മിറ്റി തീരുമാനിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ആത്യന്തികമായി ഏറ്റവും അവസാനം അങ്ങനെ ഒരു കരാർ കൈമാറ്റം നടക്കുമ്പോൾ സംസ്ഥാന താല്പര്യം പൂർണ്ണമായി സംരക്ഷിച്ചെന്ന് ഉറപ്പുവരുത്തി സംസ്ഥാന സർക്കാർ അനുമതി കൊടുത്താൽ മാത്രമേ അദാനി കമ്പനിക്ക് വിഴിഞ്ഞത്തിന്റെ അദാനിയുടെ ഓഹരിയുടെ 49% മറ്റൊരു കമ്പനിയായ MSCക്ക് വിൽപ്പന നടത്താൻ സാധ്യമാവുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതോടൊപ്പം മുഖ്യമന്ത്രി പ്രധാനമായും ഉന്നയിച്ചത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളാണ്. പ്രതിക്കൂട്ടിലായത് മുഖ്യമന്ത്രി തന്നെയായിരുന്നു. അത് ഇടിയിൽ ആരോപണം വരെ CPM ഉന്നയിച്ചു. മുഖ്യമന്ത്രിയുടെ മംഗലാപുരം യാത്ര അത് ഉൾപ്പെടെ ഉയർത്തി ആരോപണം ഘടിപ്പിച്ചു. മാത്രമല്ല, 3 വകുപ്പുകൾ, തുറമുഖ വകുപ്പ്, നിയമവകുപ്പും ധനവകുപ്പും ഒക്കെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നതിന് പിന്നിൽ പോലും ഇങ്ങനെ ഒരു ഇടിയിൽ ഈ തുറമുഖം മറ്റൊരു കമ്പനിക്ക് വിൽപ്പന നടത്താൻ വേണ്ടിയുള്ള ഒരു കൂട്ടുകച്ചവടമായിരുന്നു, ഗൂഢാലോചനയാണ് എന്ന രീതിയിൽ കടുത്ത ആരോപണങ്ങളൊക്കെ ആയിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചത്. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾ ചോദിക്കും. അതിനൊക്കെ വളരെ കൃത്യമായി തന്നെ ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളോട് ക്ഷുഭിതനാകുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടു. എന്ത് തെറ്റാണ് ഈ സർക്കാർ വന്നതിന് ശേഷം ഈ ഓഹരിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ചെയ്ത തെറ്റെന്താണ് എന്നാണ് മുഖ്യമന്ത്രി അപ്പോഴും അവകാശവാദം ഉന്നയിക്കുകയും മുഖ്യമന്ത്രി മറുചോദ്യം ഉന്നയിക്കുകയും ചെയ്യുന്നത് അത് തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ഇത് വാർത്താ മാധ്യമങ്ങളിലൂടെ തന്നെയാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു നീക്കം ആരംഭിച്ചു എന്ന്. അദാനി നീക്കം ആരംഭിച്ചു, ഓഹരിയുടെ 49% MSCക്ക് വിൽക്കാനായി അദാനി നീക്കം ആരംഭിച്ചു എന്ന് സർക്കാർ അറിയുന്നത് പത്രമാധ്യമങ്ങളിലൂടെ തന്നെയാണ്. അതിന് കൃത്യമായി നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി താൻ മറുപടി പറഞ്ഞിരുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അപ്പോൾ അതിനുശേഷമാണ് തനിക്ക് അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഒരു കത്ത് ലഭിക്കുന്നത് പോലും. ആ കത്ത് സംസ്ഥാന താല്പര്യം സംരക്ഷിച്ച് തന്നെയാണോ, അല്ലെങ്കിൽ ഇവരുടെ നടപടിക്രമങ്ങൾ അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കാനായി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. മറ്റൊന്ന്, ഈ നേരത്തെ തന്നെ LDF സർക്കാരിന് ഇത് അറിയാമായിരുന്നു എന്ന് സ്ഥാപിക്കുന്നതിന്, അല്ലെങ്കിൽ അതിന് തെളിവായി അന്നത്തെ ദേശാഭിമാനി പത്രത്തിലെ പത്രക്കുറിപ്പുകളൊക്കെ ഉയർത്തിക്കാട്ടിയാണ് മുഖ്യമന്ത്രി വാർത്താ
സമ്മേളനത്തിൽ ഈ ചോദ്യങ്ങളൊക്കെ നേരിട്ടത്. അതായത് LDF സർക്കാർ ഇപ്പോൾ ഈ LDF സർക്കാരിന്റെ കാലത്ത് തന്നെ അദാനി കമ്പനി MSEക്ക് ഓഹരികൾ വിൽപ്പന നടത്താൻ നീക്കം നടത്തുന്നതായി അന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തു. അതൊക്കെ അന്ന് എങ്ങനെയാണ് ഒരു വർഷം മുമ്പ് ദേശാഭിമാനിക്ക് ഈ വിവരം കിട്ടിയത്? അപ്പോൾ LDF സർക്കാരിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു MSE കമ്പനിക്ക് ഓഹരി വിൽക്കാനായി അദാനി ഒരു നീക്കം നടത്തുന്നു എന്ന്. മാത്രവുമല്ല, ഈ വാർത്ത ആദ്യമായി ഈ വാർത്ത പുറത്തു വന്നതിന് പിറ്റേ ദിവസം ഇതിനെ പ്രശംസിച്ചുകൊണ്ടും LDF സർക്കാരിന്റെ ദീർഘവീക്ഷണമാണ് എന്ന രീതിയിലെന്ന് ദേശാഭിമാനി പത്രം മുഖപ്രസംഗം എഴുതുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊക്കെ തന്നെ അന്ന് തുടക്കത്തിൽ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ വലിയ രീതിയിൽ അത് LDF സർക്കാരിന്റെ നേട്ടമായി പറയുകയും തൊട്ടടുത്ത ദിവസം പൂർണ്ണമായും അന്ന് മലക്കം മറിയുകയും പിന്നെ അത് മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ UDF സർക്കാരിന്റെ വീഴ്ച, മുഖ്യമന്ത്രി കുറ്റാരോപിതനാക്കുകയും ചെയ്യുന്ന ഒരു നാടകം കളിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത് എന്ന രീതിയിൽ പൂർണ്ണമായി പ്രതിപക്ഷത്തെയും ഒപ്പം തന്നെ മാധ്യമങ്ങളൊക്കെ തന്നെ വിമർശിച്ചുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഓരോന്നിനെയും തന്നെ തനിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളൊക്കെ തന്നെ ഈ മുഖ്യമന്ത്രി നേരിട്ടത്. 3 വകുപ്പുകളും താൻ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി പറയുന്നത് താൻ ഒരു വകുപ്പും വേണ്ട എന്ന് തന്നെയാണ് തീരുമാനിച്ചത് മുഖ്യമന്ത്രി. അതേസമയം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 21 വകുപ്പുകൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. IT വകുപ്പുകൾ വ്യവസായ വകുപ്പിന് കൊടുക്കാതെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതിന് പിന്നിൽ എന്താണ് എന്ന രീതിയിൽ ചില ആരോപണങ്ങൾ, ചില സംശയങ്ങളൊക്കെ നിഴലിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ധനവകുപ്പ് തനിക്ക് വേണ്ട എന്ന് പറഞ്ഞിരുന്നു. UDF തന്റെ ധനവകുപ്പ് താൻ എടുക്കണമെന്ന് UDF ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ തുറമുഖം എന്ന് പറയുന്നത് തുറമുഖം തന്റെ ഡ്രീം പ്രോജക്റ്റാണ്, അതുകൊണ്ടാണ് താൻ തുറമുഖം ഏറ്റെടുത്തത് എന്ന രീതിയിൽ